നിങ്ങൾ ഒരു കുടുംബ തകർച്ചയിലാണോ? നിങ്ങളുടെ മക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആശങ്കയിലാണോ? നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും എത്ര നിങ്ങൾ സമ്പാദിച്ചിട്ടും ഒന്നും തികയാത്ത ഒരവസ്ഥയിലാണോ? ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന സമാധാനത്തിനു വേണ്ടി രാപ്പകൽ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നിൽ മറ്റ് ചില കാരണങ്ങളുണ്ട്. അതിനുവേണ്ടി നാം എടുക്കേണ്ട ചില നടപടികളുണ്ട്, നാം സ്വീകരിക്കേണ്ട. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ മേലൊരു പൂർണ്ണ വിടുതൽ ഉണ്ടാകേണ്ടതിന് ചെയ്യേണ്ടത് എന്ന് നിങ്ങളോട് പറയുന്നൊരു സന്ദേശമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള നിരന്തരമായ വഴക്കുകൾ, വീടുകൾക്കകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ, ഇതിന്റെ എല്ലാം പിന്നിൽ വെറും ദുരാത്മാക്കളല്ല, അതിനപ്പുറമായി ചില ആഴത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഇന്നതിനെ വേരോടെ പിഴുതെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധികാരപ്പെടുത്തുന്ന ദിവസമാണ്. അല്പം പോലും സമയം പാഴാക്കാതെ പൂർണ്ണമായി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യാൻ പോകുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി പേർ നിന്നിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ ഇന്നത്തെ സന്ദേശത്തിലൂടെ പറയാൻ പോകുന്നത്. ഒരുപാട് പേർ, പ്രത്യേകിച്ച് ആത്മീയർ, പ്രാർത്ഥിക്കുന്നവർ, ശുശ്രൂഷകർ, ആ ശുശ്രൂഷകരിൽ പ്രത്യേകിച്ച് ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്നവർ, ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളവരൊക്കെ കേട്ടിട്ടുള്ളതും ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റിയിട്ടുള്ളതും ഉത്തരം കിട്ടാത്തതുമാകുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ സന്ദേശം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ചോദ്യത്തിന് മുന്നിൽ നിന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കമന്റ് ചെയ്യണം. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ, എന്താ നിന്റെ ദൈവത്തിന് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാക്കാനൊക്കത്തില്ലേ? പ്രാർത്ഥിക്കുന്ന നിനക്കെന്താ രോഗം വരുന്നേ? പ്രാർത്ഥിക്കുന്ന നീ എന്തിനാ ആശുപത്രിയിൽ പോകുന്നേ? പ്രാർത്ഥിക്കുന്ന നിനക്കെന്താ വിടുതൽ കിട്ടാത്തെ? എല്ലാരെയും സൗഖ്യമാക്കുന്ന തനിക്കെന്താ ഈ രോഗം വന്ന് ഭവിച്ചത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുടെ മുൻപിൽ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. വായിക്കുന്നവർക്ക് ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് അധികം മനസ്സിലാവും. സോ ഒരു റിക്വസ്റ്റ് കൂടെ നിങ്ങളോടുണ്ട്, ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. താഴെ കാണുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പൊ വീഡിയോ ഹൈപ്പ് ചെയ്യപ്പെടും, ഒരുപാട് പേരിലേക്ക് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ചാനലിന്റെ വളർച്ചയ്ക്ക് അത് വളരെ സഹായകരമായിരിക്കും. എല്ലാ രോഗങ്ങളും പൈശാചികമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ദൈവത്തിന്റെ വചനവും ഒരിക്കലും പറയത്തില്ല. എല്ലാ രോഗങ്ങളും പൈശാചികമല്ല, എല്ലാ രോഗങ്ങളും ശാരീരിക രോഗങ്ങളും അല്ല. അപ്പൊ ചില രോഗങ്ങൾ ആത്മീയമാകുന്ന കാരണങ്ങളാൽ അല്ലെങ്കിൽ ആത്മീയ രോഗമായിട്ട് നമ്മുടെ മേൽ വരാൻ സാധ്യതയുണ്ട്. ഒന്നും കൂടെ, ചില രോഗങ്ങൾ ശാരീരിക രോഗമായിരിക്കാം, ചില രോഗങ്ങൾ പൈശാചികം അല്ലെങ്കിൽ ആത്മീയമാകുന്ന ഒരു രോഗബാധയായിരിക്കാം. എല്ലാ രോഗങ്ങളുടെയും പിന്നിൽ പിശാചല്ല പ്രവർത്തിക്കുന്നത്. എല്ലാ രോഗങ്ങളും വരുന്നതും ശാരീരികമാകുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ആകുന്ന ഒരവസ്ഥയും അല്ല എന്ന രണ്ട് കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിക്കുന്ന സമയത്ത് പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനോട് ഉപദേശിക്കുന്ന ഒരു ഉപദേശം നമുക്ക് തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്ന് നിങ്ങൾ എടുത്താൽ അറിയാൻ പറ്റും. 5-ാമത്തെ അധ്യായം അതിന് 23-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ, മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ ആ ജീർണതയും, ഡൈജഷൻ പ്രോബ്ലം, ഉദര സംബന്ധമായ പ്രശ്നം, ഡൈജഷൻ പ്രോബ്ലം, നിന്റെ ആ ജീർണതയും കൂടെയുള്ള ക്ഷീണതയും, ഫാറ്റിക്, കൂടെയുള്ള ക്ഷീണം, തളർച്ച, ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ, ഭക്ഷണം കഴിച്ച ഡൈജസ്റ്റ് ആവാത്ത അവസ്ഥ, വയറുവേദന, എപ്പോഴും ഒരു ഡിസ്കംഫർട്ടഡ് ആകുന്ന ഒരവസ്ഥയിൽ തിമോത്തിയോസ് ജീവിച്ചു പോകുന്നതിന്റെ പിന്നിലെ കാരണം പരിശോധിച്ച പ്രാർത്ഥിച്ച പൗലോസിലേക്ക് കൊടുക്കുന്ന ഉപദേശം എന്താ? അല്പം വീഞ്ഞ് സേവിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പോയി വെള്ളം അടിക്കാനല്ല. നിങ്ങൾ മനസ്സിലാക്കണം, അന്നത്തെ കാലഘട്ടം, അന്നത്തെ ജീവിത രീതി, അന്ന് ലഭ്യമാകുന്ന മരുന്നുകൾ, അന്നത്തെ വൈൻ ഏത് ടൈപ്പ് ആണെന്നൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അല്പം വീഞ്ഞ് സേവിച്ചുകൊണ്ട് ഇത് ഡൈജഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഉദര സംബന്ധമാകുന്ന ആ ഒരു അസിഡിറ്റി ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുന്നതിനും വേണ്ടി കൊടുത്ത ഒരു ഉപദേശമാണ്.
അത് വീഞ്ഞു കുടിക്കാനുള്ള ലൈസൻസ് അല്ല കൊടുത്തേക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് കയറാനുള്ള സമയമില്ല. സമയം ആകെ ഒരു 15 മിനിറ്റ് ആണ് നമുക്ക് ഈ മെസ്സേജിനുള്ള ഒരു സമയം. അപ്പോ നോക്കൂ, മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ, അപ്പൊ ഭക്ഷണം വളരെ കുറച്ചെടുക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം, ഫാസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കാം. നമുക്ക് അതിനൊന്നും ചരിത്രങ്ങളൊന്നും നമുക്ക് അതിനെ എടുക്കാനില്ല. അപ്പോൾ വെള്ളം മാത്രം കുടിച്ച് അസിഡിക് പ്രോബ്ലം വന്ന് ഒരുപക്ഷെ ഭക്ഷണം കഴിക്കാത്ത തന്നെ ഈ ഉദര സംബന്ധമായ പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും. എന്നെ ഈ ഉദര സംബന്ധമാകുന്ന പ്രശ്നത്തിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറിന് ഇറിറ്റേറ്റഡ് ആകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും അസിഡിറ്റി ആകുന്നവർ ഉണ്ടെങ്കിൽ, എപ്പോഴും ഒരു ഭക്ഷണം എടുക്കാൻ വയ്യാത്ത അവസ്ഥയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇതൊരു പൈശാചിക രോഗമാണ് നിങ്ങളെ തൊട്ടേക്കുന്നതെങ്കിൽ, ഇതൊരു ഡിമോണിക് ഇഫക്റ്റ് ആണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ, ഇതൊരു ഡിമോണിക് ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഈ വീഡിയോ ഞാൻ ചെയ്ത സമയം ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ, ശക്തിയാൽ ഇപ്പോൾ നിങ്ങളുടെ ഉദരത്തിന്മേൽ ദൈവിക വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ. പൗലോസ് തിമോഥെയോസിന്റെ കാര്യം ഇവിടെ പറയുമ്പോൾ ഇത് രോഗമല്ല, ഇതൊരു ശാരീരിക അവസ്ഥയാണ്, ഇതൊരു ശാരീരിക രോഗമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് ഭൂതത്തെ ശാസിച്ചില്ല, പ്രാർത്ഥിച്ചുമില്ല, പകരം ചികിത്സയുടെ ഉപദേശം നൽകി. എന്നാൽ അതേ സ്ഥാനത്ത് യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുന്ന സമയം 13-ാമത്തെ അധ്യായം പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീയുടെ അവസ്ഥ, അതായത് കൂനിയാകുന്ന ഒരു സ്ത്രീ 18 സംവത്സരമായിട്ട് അവരെ സാത്താന ബന്ധിച്ചേക്കുന്നതെന്ന് യേശു അവിടെ കാണുകയാണ്. ഒരുപക്ഷെ ഇത് അവർക്ക് ഒരു ജനറ്റിക്കലി സംഭവിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഇതൊരു ശരീരത്തിന്റെ അവസ്ഥയാണ്, ഇതൊരു രോഗാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ യേശു തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. സൗഖ്യം കൊടുത്തു വിടുവാൻ, സൗഖ്യം കൊടുത്തു വിടുവാൻ, അവരിലെ രോഗികളെ സൗഖ്യമാക്കി എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, സൗഖ്യമാക്കി വിടുവാൻ. എന്നാൽ ഇവിടെ യേശു സൗഖ്യമാക്കുകയല്ല ചെയ്തത്, പകരം യേശു അവളിലെ ഭൂതത്തെ ശാസിച്ചു എന്നാ പറയുന്നത്. അവളിലെ ഭൂതത്തെ ശാസിച്ചു, ബന്ധനമഴിഞ്ഞു, ഉടനെ അവൾ സൗഖ്യമായി അവിടെ എഴുതിയേക്കുന്നത്. അവൾ നിവർന്നു എന്ന് എഴുതിയേക്കുന്നത്. എന്നെ ഒന്ന് കേട്ടാട്ടെ, ഇതുപോലെ സംവത്സരങ്ങളായി പിശാച് ബന്ധിച്ചു വെച്ചേക്കുന്ന ചിലർ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സംവത്സരങ്ങൾ. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പിൻതലമുറകളെ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുൻപേ ഒരുപക്ഷെ കാലം കഴിഞ്ഞു പോയവരായിരിക്കാം, അവരും അനുഭവിച്ച ചിലത് ഇന്ന് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ, അവർ അനുഭവിച്ച അതേ രോഗം, അവരനുഭവിച്ച അതേ ബുദ്ധിമുട്ട്, അവരുടെ അതേ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ, അത് രോഗമല്ല, അതൊരു പൈശാചിക ആക്രമണമാണ്. കമോൺ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ചില കുടുംബങ്ങളെ പരിശോധിക്കുന്ന സമയം, ചില കുടുംബങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് എല്ലാം ഞാൻ ഭൂതാന്ന് പറയത്തേ ഇല്ല. ഞാൻ ചികിത്സിക്കാൻ പോകണ്ടെന്നേ പറയത്തില്ല. ചികിത്സിക്കാൻ പോട്ടെ, ഡോക്ടറെ കാണേണ്ട കാര്യത്തിൽ ഡോക്ടറെ കാണണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യണം, ബ്ലഡ് ചെക്കപ്പ് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, എക്സ്റേ എടുക്കേണ്ട സമയത്ത് എടുക്കണം, സ്കാൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇതെല്ലാം വേണം, ഇതൊക്കെ വേണം. ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ വേണം. ഇതൊരു ശാരീരിക രോഗമാണെങ്കിൽ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ വേണം. ഇതൊക്കെ ദൈവത്തിന്റെ സിസ്റ്റം തന്നെ ഭൂമിയിൽ വെച്ചേക്കുന്നത്. ഇതൊന്നും മനുഷ്യന്റെ സിസ്റ്റം അല്ല, ഇതൊക്കെ ദൈവത്തിന്റെ സിസ്റ്റം തന്നെയാണ്. ഇത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിപ്പോർട്ടുണ്ട്. എല്ലാം ചെയ്ത സമയത്ത് റിസൾട്ടിൽ കുഴപ്പമില്ല, ബ്ലഡ് ടെസ്റ്റിൽ കുഴപ്പമില്ല, എക്സ്റേയിൽ കുഴപ്പമില്ല, സ്കാനിങ്ങിൽ കുഴപ്പമില്ല, മറ്റ് ഇൻവെസ്റ്റിഗേഷനിലൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ല എങ്കിൽ പ്യൂർലി നമുക്ക് പറയാൻ പറ്റും ഇത് ഡിമോണിക് ഇഫക്റ്റ് ആണ്. ക്ലിയർ? എത്ര പേരുണ്ട് അങ്ങനെ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അത് പൈശാചിക ആക്രമണമാണ്, നമുക്കൊരു സംശയമില്ല. പിന്നെ ചില കാര്യങ്ങൾ ബോഡിയിലേക്ക് കയറി സാത്താൻ തന്നെ ഡിസോർഡർ ആക്കി ഇട്ടുകളെ, അങ്ങനെയുണ്ട്. അത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴാണ് വെളിപ്പെട്ട് കിട്ടുന്നത്. ഒന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കി നമുക്ക് പറയാനൊക്കത്തില്ല. നമുക്ക് അവരിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ചില സിംറ്റംസ് അവർ പറയുന്നത് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഇതൊരു പൈശാചിക ആക്രമണമാണ്. മനസ്സിലാവും? പിടികിട്ടുന്നുണ്ടോ? ശാരീരികമാകുന്ന രോഗങ്ങളും ഉണ്ട്, പൈശാചികമാകുന്ന രോഗങ്ങളുണ്ട്. വ്യക്തമായി പഠിക്കാതെ, മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ പോലെ, അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും മിസ്ലീഡ് ചെയ്യരുത്.
എല്ലാം പിശാചാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഡോക്ടറെ ഒന്നും കാണാൻ പോകേണ്ടത് ആരും പറയരുത്, ഒരു ദൈവമക്കളും പറയരുത്. പ്രത്യേകിച്ച് എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിലെ ശുശ്രൂഷകൾ അനുഭവിക്കുകയും ഇതിനകത്തുള്ള ടീച്ചിങ്സ് കേൾക്കുകയോ പഠിക്കുകയോ എഴുതിയെടുക്കുകയോ ഒക്കെ ചെയ്ത ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും പറയരുത് അങ്ങനെ, മിസ്ലീഡ് ചെയ്യരുത്. വ്യക്തമായി ഒന്നുകിൽ ഒരു സ്പിരിച്വൽ ലീഡറുടെ അടുത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ കൺഫേംഡ് ആകുക. ഇത് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണാൻ പറയുക. അപ്പൊ രണ്ടും ചെയ്യാമല്ലോ. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയുമല്ലോ ഒരു അസുഖവും ഇല്ലല്ലോ, റിപ്പോർട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെ. എന്നാൽ ഇവിടെ യേശു 18 സംവത്സരമാകുന്ന സമയത്ത് 18 സംവത്സരമാകുന്ന ആയ ഒരു സ്ത്രീയെ, ബന്ധിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീയെ യേശു അവിടെ സൗഖ്യമാക്കുകയാണ് ചെയ്തത്. മത്തായി എഴുതിയ സുവിശേഷത്തിലും 12-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുന്ന സമയത്ത് അവിടെ ഭൂതബാധിതനായ ഒരു മനുഷ്യൻ, ഭൂതബാധിതനായതാ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഊമൻ, അവൻ സംസാരിക്കത്തില്ല, അവൻ അന്ധൻ, അവന് കണ്ണും കാണത്തില്ല. അപ്പൊ രണ്ടവസ്ഥകൾ. ഒരു പൈശാചിക ബാധ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. ഒന്ന്, അവന്റെ കാഴ്ച മറയ്ക്കും. ചിലരുടെ ആത്മീയ കാഴ്ച മറയുന്നത് എന്താണെന്നറിയാവോ? ചിലരൊരു നന്മയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കാണാൻ സാഹചര്യം ഉണ്ടെങ്കിലും കാണാതെ മറയ്ക്കുന്നത് എന്താണെന്നറിയാമോ? ഇതൊരു സ്പിരിറ്റാണ്. ഇതൊരു സ്പിരിറ്റാണ്. അപ്പൊ ഭൂതത്തിന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, നിലവിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്നോട് അകറ്റുക അല്ലെങ്കിൽ മറയ്ക്കുക. പിടികിട്ടിയോ? മറയ്ക്കുക. നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മറയ്ക്കുക. രണ്ട്, പിന്നെ നിനക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ലാണ്ടിരിക്കുക, ഊമനാക്കുക. ഇത് പൈശാചിക അവസ്ഥയാണ്. ഇതൊരു സാത്താനിക അവസ്ഥയാണ്. ഇതൊരു സാത്താനിക അവസ്ഥയാണ്. എന്നാൽ യേശു അവനെ വിടുവിച്ചു, അവൻ കണ്ടു, സംസാരിച്ചു എന്ന് പറഞ്ഞു. ദൈവാത്മാവിൽ ഈ വചനത്തിൽ നിന്നൊരു ദൈവശബ്ദം റിലീസ് ചെയ്യുകയാണ്. നിങ്ങൾക്കുണ്ടായിരുന്നത്, ഒരു കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന നല്ല ജീവിതം, നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്, അനുഭവിച്ചുകൊണ്ടിരുന്നത്, അനേകരോട് നിങ്ങളുടെ സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നാൽ ഈ നാളുകളായി അതെല്ലാം കൈവിട്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ട് വീട്ടിനകത്തുള്ള കാര്യം തന്നെ പറയാൻ നാണക്കേടായിട്ട് പറയാണ്ടിരിക്കുന്ന ചില അമർച്ച ചെയ്യപ്പെട്ടവർ, അടിച്ചമർത്തപ്പെട്ടവർ, സാത്താനാൽ അമർച്ച ചെയ്യപ്പെട്ട ചിലർ എന്നെ കാണുന്നുണ്ട്. ഒരു കാലത്ത് തലമുറകളെ കുറിച്ച് പറയാൻ 1000 നാവായിരുന്നു. അവരുടെ സ്വഭാവത്തെ കുറിച്ച് പറയാൻ, അവരുടെ ജീവിതത്തെ കുറിച്ച് പറയാൻ, അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറയാൻ, അവരുടെ ആത്മീയതയെ കുറിച്ചൊക്കെ പറയാൻ 1000 നാവായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം സാത്താൻ കയറി ഡിസോർഡർ ആക്കിയിട്ടിട്ട് നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ വായെ ബന്ധിച്ചത്, അവരുടെ ഒരു നന്മ കാണാൻ നിങ്ങളുടെ കണ്ണിനെ അനുവദിക്കാതെ ബന്ധിച്ച് കളഞ്ഞതാകുന്ന ചില അവസ്ഥകളെ ഇന്ന് കർത്താവ് ആരോടോ പറയുന്നു. ഇന്ന് ദൈവം വിടുവിക്കുകയാണ് അതിനകത്തുനിന്ന് ദൈവം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഒരു കുഞ്ഞിന്റെ അവസ്ഥ പരിശോധിക്കുമ്പോഴും അതും പൈശാചികാത്മാവാണ്. അപ്പൊ എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല. ചില രോഗങ്ങളെങ്കിലും അത് പൈശാചിക അടിച്ചമർത്തലുകളാണ്, സാത്താനികമാകുന്ന അടിച്ചമർത്തലുകളാണ്. അവിടെ പിതാവ് വന്ന് യേശുവിനോട് പറയുന്നത്, ഈ ബാധ ഇവന്റെ മേൽ കയറുമ്പോൾ കുഞ്ഞു വീഴും, നുരയ്ക്കും, തീയിലും വെള്ളത്തിൽ തള്ളിയിടും. യേശു അവിടെയും ചെയ്തത് അവന്റെ മുറിവ് ഉണക്കാൻ നിൽക്കുകയല്ല, പകരം അവന്റെ അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ചില സമയങ്ങളിൽ കർത്താവ് ഇങ്ങനെ ചെയ്യും. എന്താന്ന് ചോദിച്ചാൽ, എപ്പോഴും കർത്താവ് ആദ്യം നമ്മളെ വന്ന് മുറിവ് കെട്ടി പോകലല്ല, പകരം നിന്നെ വീഴ്ത്തുന്നതിന്റെ ദുരാത്മാവിനെ ശാസിക്കും. അപ്പോഴും ആ ഊണ്ട് അവിടെ ഉണ്ടാവും. ആ മുൻപ് വീണ മുറിവ്, ചതഞ്ഞ പാട്, വേദന, നീരൊഴുകുന്ന അവസ്ഥ, രക്തം വരുന്ന അവസ്ഥയൊക്കെ അവിടെ ഉണ്ടാകും. ഞാൻ പറയുന്ന ആത്മീയ അർത്ഥത്തിൽ എടുക്കണം. അവിടെ ഉണ്ടാകും. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. നിലവിലത്തെ സാഹചര്യം മാറി കാണത്തില്ല. ഇപ്പൊ നിങ്ങൾ ലോൺ അടച്ചോണ്ടിരിക്കുകയായിരിക്കും, ഇപ്പൊ നിങ്ങൾ പലിശ കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും, ഇപ്പോഴും നിങ്ങൾ ചെക്കപ്പ് ചെയ്യുകയായിരിക്കും, ഇപ്പോഴും മെഡിസിൻ കഴിക്കുകയായിരിക്കും, എല്ലാം ചെയ്യുകയായിരിക്കും. ഞാൻ പറയുന്ന ദൂത് ഷാർപ്പാണ്. പക്ഷെ ഇനിയും നിന്നെ അതിലേക്ക് കൊണ്ടുപോകുന്ന, ഇനിയും നിന്നെ വീഴ്ത്തുന്ന, ഇനിയും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഇനിയും നിങ്ങളുടെ സമ്പത്തിനെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് കളയിക്കുന്ന, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഡീമൻസിനെ കർത്താവ് ശാസിക്കും. ഇത് ഭയങ്കര ശക്തമായി ഈ ദൈവശബ്ദം ആരുടെയോ ജീവിതത്തിൽ വന്ന് പതിക്കുകയാണ്. ചിലരുടെ ലൈഫിൽ അടിക്കടി എല്ലാ വർഷവും തള്ളിയിടുന്ന, എല്ലാ മാസവും നിങ്ങളെ അലട്ടുന്ന, 6 മാസം കൂടുമ്പോൾ നിങ്ങളെ ആശുപത്രിയിലാക്കുന്ന, അങ്ങനെ നിങ്ങളെ ആക്കുന്ന ചില തിന്മയുടെ ദുർവ്യാപാരങ്ങളെ എന്റെ യേശു ഇന്ന് ഈ വചനത്തിന്റെ ശക്തിയാൽ ശാസിക്കട്ടെ.
ഹല്ലേലൂയ. എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഇത് പൈശാചിക ആക്രമണമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഒന്ന്, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമാകുന്ന ഒരു എതിർപ്പുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിഷയം പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. ഒരു രോഗത്തിന് വേണ്ടിയാണെങ്കിൽ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പ്രാർത്ഥിക്കുമ്പോഴും ഉറങ്ങി വീഴും. പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു ആത്മശക്തി ഉണ്ടാകത്തില്ല. ഭയങ്കരമാകുന്ന എതിർപ്പായി. അതൊരു ഒരു രോഗത്തിന് വേണ്ടി, ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഒരിക്കലും അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ ഒക്കത്തില്ല. നമ്മളെ ഒന്നുകിൽ ആരെങ്കിലും വന്ന് വിളിക്കും, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരും, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ചിന്തിക്കുമ്പോൾ നമുക്ക് അകാരണമാകുന്ന ഒരു കോപം നമ്മുടെ അകത്ത് വരും. വേണ്ട എന്നുള്ളൊരു കോപം വരും. അതൊക്കെ പൈശാചിക എതിർപ്പുകളാണ്, അതൊരു ആത്മീയ ആക്രമണമാണ്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ആത്മീയ കാര്യങ്ങളോട് തന്നെ നമുക്കൊരു വെറുപ്പുണ്ടാകുന്ന ഒരവസ്ഥ, രാത്രിയിലത്തെ ഭയം, നിരന്തരമായ അടിച്ചമർത്തലുകൾ, ഇതെല്ലാം ഇതൊക്കെ പൈശാചിക കാരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇയ്യോബിന്റെ കാര്യം തന്നെ ശ്രദ്ധിച്ചാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ സാത്താൻ ഇയ്യോബിനെ ആക്രമിച്ചു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, സാത്താൻ ഇയ്യോബിനെ ആക്രമിച്ചെങ്കിലും നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലായിരുന്നു. ശ്രദ്ധിക്കുന്നു, സാത്താൻ ഇയ്യോബിനെ ആക്രമിച്ചു, പക്ഷെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയ്യോബിനെ ശാരീരികമായി വേദനിപ്പിക്കാൻ പറ്റി. പകരം അദ്ദേഹത്തിന്റെ ആത്മാവിലോ ജീവനിലോ തൊടുവാൻ ദൈവം അനുവദിച്ചില്ല. എന്നെ ഒന്ന് നോക്കിയാട്ടെ. ചില ആക്രമണങ്ങൾ ദൈവം കാണാത്തത് കൊണ്ടല്ല, അതിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിൽ തന്നെ. നിങ്ങളുടെ മക്കളുടെ ആയിരിക്കാം, നിങ്ങളുടെ ആയിരിക്കാം, ഭർത്താവിന്റെ ആയിരിക്കാം, ഭാര്യയുടെ ആയിരിക്കാം, നിങ്ങളുടെ സഭാ ശുശ്രൂഷയുടെ ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണെങ്കിലും സാത്താൻ ആക്രമിക്കത്തില്ല എന്നില്ല. സാത്താൻ സ്പർശിക്കാം, പക്ഷേ ദൈവം അനുവദിക്കാത്ത പരിധി കടക്കാൻ അവന് പറ്റത്തില്ല. ഒന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സാത്താന് വെച്ചേക്കുന്ന ഒരു പരിധിയുണ്ട്, ഒരു അതിരുണ്ട്. അത് ക്രോസ് ചെയ്യാൻ അവന് പറ്റത്തില്ല. ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളിലും അങ്ങനെയുള്ള പരിധികൾ, നിയന്ത്രണ രേഖകൾ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ നിലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ശക്തീകരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ രോഗങ്ങളും പൈശാചികമല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സാത്താൻ ആക്രമിക്കുന്ന എന്തിനാ? പലരും ഒറ്റപ്പെടുത്താൻ. ഇയ്യോബിന്റെ ഭാര്യ വരെ ഒറ്റപ്പെടുത്തി, സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തി. ഇയ്യോബിനെ തന്നെ വെറുത്തു. ഇയ്യോബിന്റെ ബർത്ത് ഡേറ്റ് പോലും ഇയ്യോബ് ശപിച്ചു കളഞ്ഞു. അപ്പൊ ഒരു വ്യക്തിയെ സാത്താൻ ആക്രമിക്കുന്ന എന്തിനാ? ഒരു വ്യക്തിയെ സാത്താൻ രോഗിയാക്കുന്ന എന്തിനാ? ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഭദ്രതയെ സാത്താൻ തകർക്കുന്ന എന്തിനാ? ഒരു വ്യക്തിയിലേക്ക് രോഗത്തിന്റെ ആത്മാവിനെ കൊണ്ട് വിതയ്ക്കുന്ന എന്തിനാണ്? തീർച്ചയായിട്ടും നമുക്ക് ഈ വചനത്തിനകത്ത് പഠിക്കാനായി കഴിയും. ഒന്ന്, നമുക്കുണ്ടാകും എല്ലാ കാലവും, എന്റെ ആയുസിന്റെ അവസാനം വരെയും എന്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നവർ പോലും കളയാനും, നമ്മുടെ സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുത്താനും, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തി നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ വെറുതെ ശപിച്ച് നാം തന്നെ നമ്മുടെ ആത്മാവിനെ കെടുത്തു കളയാനാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, അതിന്റെ മധ്യത്തിലും യേശുവിന്റെ കരം, ദൈവത്തിന്റെ കരം ഇയ്യോബിന് ഭദ്രതയായിരുന്നത് പോലെ ഇന്ന് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തവരായിരിക്കാം, വിശ്വസിച്ച് നിരാശപ്പെട്ടവരായിരിക്കാം, വാഗ്ദത്തം കേട്ട് ഇപ്പോൾ വിശ്വസിക്കാനോ എടുക്കാനോ പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷെ ദൈവം നിനക്കൊരു അതിര് വെച്ചിട്ടുണ്ട്. നിന്നോട് ഇന്ന് അടുത്ത് വന്നതിനേക്കാൾ അധികം അടുത്ത് വരാമായിരുന്ന ദുഷ്ടബാധകൾ ഈ മിസ്രൈമിൽ വന്ന് ജനത്തെ ബാധിച്ച പോലെ ബാധിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. അതിനൊന്നും അനുവദിക്കാതെ കർത്താവ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തതിന്റെ പിന്നിൽ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, ഒരു ദൈവിക പരിധി, ടൈപ്പ് ചെയ്ത ഒരു ദൈവിക പരിധി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൈവം. നിങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയല്ല, സാത്താനും അവന്റെ അനുയായികൾക്കും നിങ്ങളോട് അടുക്കുന്നതിൽ പരിമിതി നിശ്ചയിച്ചിരിക്കുന്ന ദൈവം, അതിര് വെച്ചിരിക്കുന്ന ദൈവം, കടലിന് പഞ്ചസാര തരി മണൽ കൊണ്ട് അതിര് നിശ്ചയിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അതിരുകൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫ് മാറും, നിങ്ങളുടെ ജീവിതം മാറും. സോ നിങ്ങൾ മനസ്സിലാക്കുക, രോഗങ്ങളെല്ലാം സാത്താൻ കൊണ്ടുവരുന്നതല്ല. ചിലത് ശാരീരികമാകുന്ന രോഗം, ചിലത് ആത്മീയമായ ആക്രമണം. അതിനെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ വിവേചനപരം നിങ്ങൾ തേടുക, അഭിഷേകത്തിൽ ഉറച്ചു നിൽക്കുക, ആത്മാവിൽ കൂട്ടാളികളായിരിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറയുക. സ്വർഗം നിങ്ങളെ ഇന്നത്തെ ഈ ലിമിറ്റ്സ് ബ്രേക്ക് ചെയ്യാൻ ദൈവം സഹായിക്കും. ഇന്നത്തെ അവസ്ഥ മാറാൻ ദൈവം സഹായിക്കും. കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മുന്നേ കണ്ട നമ്പറിൽ നിങ്ങൾക്ക്
ബന്ധപ്പെടാവുന്നതാണ്. വാട്സാപ്പിൽ അവൈലബിൾ ആയിരിക്കും. വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇതുപോലെയുള്ള മെസ്സേജുകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞങ്ങൾക്ക് ലൈവ് സർവീസ് ഉണ്ട്, സൂം മീറ്റിംഗ്സ് ഉണ്ട്, ടങ്സ് പ്രെയർ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രെയറിൽ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പ് ലിങ്ക് കിടപ്പുണ്ട്. വാട്സാപ്പിലെ ഗ്രൂപ്പ് ലിങ്ക് കിടപ്പുണ്ട്. ഒരു സിംഗിൾ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അനേകർക്ക് ഈ സന്ദേശം എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താട്ടെ. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തേക്കുക. കർത്താവാം ദൈവം നിങ്ങളെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ പരിമിതികളെ, സാത്താൻ വെച്ച പരിമിതികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കും. ഗോഡ് ബി വിത്ത് യു. താങ്ക് യു.